കാണാത്ത മനുഷ്യനുണ്ടല്ലോ, അതാ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. റബ്ബേ, എന്നെ കുറിച്ച് നിനക്കറിയാമല്ലോ തമ്പുരാന്. ആ മനുഷ്യന് മാതാപിതാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാ. തന്റെ മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും പോലും ഭക്ഷണം കൊടുക്കൂല. പടച്ചവനെ, ആ മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് പാല് കറക്കുന്ന മനുഷ്യനാട്. ആ മനുഷ്യന് ഏതു ഭക്ഷണം കഴിക്കണമെങ്കിലും ആദ്യം ഉമ്മയ്ക്ക് കൊടുക്കണം. ഉമ്മായിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാത്ത മകൻ ഇന്നും അങ്ങനെയുണ്ട് സഹോദര. എത്രയോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഉമ്മയും ബാപ്പയുമുള്ള വീടുകളിലേക്ക് സ്നേഹനിധികളായ മക്കള് കടന്നു ചെല്ലുമ്പോ ആദ്യമായിട്ട് ഭാര്യയോട് ചോദിക്കും, വാപ്പായിക്ക് ഭക്ഷണം കൊടുത്തോ, ഉമ്മായിക്ക് ഭക്ഷണം കൊടുത്തോ? ഇല്ലെങ്കിൽ ഉമ്മാടെ റൂമിൽ പോയിരുന്നിട്ട് ചോദിക്കും, ഉമ്മാ ഭക്ഷണം കഴിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമുള്ള മക്കളെങ്ങനാട് കഴിച്ചില്ലെന്ന് പറഞ്ഞ മോനെ നീ വരട്ടടാ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. സ്വന്തം ഭാര്യ പോലും നമ്മളെ എങ്ങനെ കാത്തിരിക്കാറില്ല. എന്നാ വാപ്പയും ഉമ്മയും പ്രായമുള്ളവർ മോനെ നീ വരട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. അവസാന ഭക്ഷണവും എടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ ചാരത്ത് ചെന്ന് ഉമ്മാടെ വായിലേക്ക് പടച്ചവനെ മോൻ വാരി വെച്ച് കൊടുക്കുന്നു, മോന്റെ വായിലേക്ക് ഉമ്മ വെച്ച് കൊടുക്കുന്നു. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ഡൗൺലോഡ് മോജ്.